ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. സ്വീറ്റ്സിനോട് താല്പര്യമുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ ലഡ്ഡു കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. നമുക്കിന്ന് കുറഞ്ഞ ചിലവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ലഡ്ഡു വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാലോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 മില്ലിയുടെ കപ്പിൽ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ പൊടി വേണമെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് കൊടുക്കാം, പക്ഷെ ഞാനൊന്ന് അരിക്കണമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ലഡുവിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്തത്. നമ്മളിതിൽ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് കളറൊന്നും ചേർക്കണില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, ഉപ്പൊക്കെ ആ കടലമാവിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവണം. പൊടികളെല്ലാം നന്നായി മിക്സാക്കി എടുത്താൽ പിന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഒരു ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. മാവിന് ഒരുപാട് കട്ടി കൂടി പോകാനും പാടില്ല, എന്നാലോ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇപ്പം നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാകണ്ട ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഈ മാവ് ഇവിടെ ഇരിക്കട്ടെ. ഇനി ലഡുവിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി വേണം, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും വേണം. പിന്നെ ഒരു 4 ഏലക്കായ, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഏലക്കായ ചതച്ചിടണേക്കാൾ നല്ലത് ഇതുപോലൊന്ന് പൊടിച്ചിട്ട് ഇടുന്നതാണ്. ഇനി ലഡുവിന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ലഡുവിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച കർപ്പൂരം വേണം. ഇത് എഡിബിൾ ആയിട്ടുള്ള കർപ്പൂരമാണ്. ഇത് പച്ചമരുന്ന് ഷോപ്പിലും അതുപോലെ തന്നെ വൈദ്യശാലയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതുപോലെ ഇരിക്കും. കർപ്പൂരം വളരെ കുറച്ച് മതി നമ്മളുടെ ലഡുവിലേക്ക്. അധികമായി പോവാതെ നോക്കണേ. ഞാനിതാ ഇത്ര പോന്നിട്ടുള്ള ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലഡുവിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ കടലമാവ് അളന്ന് വെച്ചാൽ ആ കപ്പിൽ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചിട്ട് എടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര, ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചത് ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി തിളപ്പിച്ചിട്ടെടുക്കാം. ഈ ഷുഗർ സിറപ്പിനൊരു ഒറ്റനൂൽ പരുവാവണ വരെ തിളപ്പിച്ചിട്ടെടുക്കണം. അതുവരെ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് മാറ്റാം. ഇപ്പം നമ്മളുടെ ഷുഗർ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂണിൽ കുറച്ചെടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒറ്റനൂൽ പരുവായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം കുങ്കുമപ്പൂവ് ചേർക്കാം. ഈ കുങ്കുമപ്പൂവ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല ചേർത്തോളണമെന്ന്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബൂന്തി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെറിയ ഓട്ടകളുള്ള ഒരു കയ്യിലും ബൂന്തി വറുത്ത് കോരാനായിട്ട് ഇതുപോലത്തെ ഒരു കയ്യിലും എടുത്തിട്ടുണ്ട്. ബൂന്തി വറുക്കാനായിട്ട് ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കലക്കി വെച്ചിട്ടുള്ള മാവിന്ന് ഒരു തുള്ളി ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പൊരിഞ്ഞ് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ബൂന്തി പൊരിക്കാൻ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കയ്യിൽ കുറച്ച് മാവ് കോരിയിട്ട് ആ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പം മാവ് ഇങ്ങനെ ഓട്ടയിൽ കൂടെ എണ്ണയിലേക്ക് വീണിട്ട് ഇങ്ങനെ മുത്തു പോലെ ബൂന്തി റെഡി ആയിക്കോളും. ഒരുപാട് ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ഇടണ്ട, കുറച്ചായിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതി. അതുപോലെ തന്നെ ബൂന്തി ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് കരിമുരുവാക്കരുത്. മാക്സിമം ഒരു 40 സെക്കൻഡോളം പൊരിച്ചെടുത്താൽ മതി. ബൂന്തി ഒരുപാട് മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ലഡു അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പം നമ്മളുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെ വരണം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് മുഴുവനായിട്ടും ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഈ ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് കുറച്ചധികം സമയം എടുക്കുക. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. ഇപ്പം നമ്മളുടെ ബൂന്തിയൊക്കെ ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടയിൽ ചിലപ്പോൾ ഇതുപോലെ വലിയ പീസൊക്കെ കിട്ടും. അതൊന്നും കുഴപ്പമില്ല. ഇത് നമുക്ക് മിക്സഡ് ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് അരച്ചെടുക്കൊന്നും വേണ്ട. പൾസ് മോഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ കിട്ടണം. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകാണ്ട് കുറച്ച് കഷ്ണങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനൊരു 2-3 ട്രിപ്പായിട്ടാണ് ആ ബൂന്തി മുഴുവനായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഈ പൊടിച്ചെടുത്തിട്ടുള്ള ബൂന്തി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ചേർക്കാം. വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ബൂന്തിയും ഇതുപോലെ പൊടിച്ചെടുക്കണം. ബൂന്തി എല്ലാം പൊടിച്ചിട്ട് ഷുഗർ സിറപ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പച്ച കർപ്പൂരം ചേർക്കാം. കർപ്പൂരം ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. പക്ഷേ ഇത്ര കുറച്ച് ചേർത്താലും ഈ ലഡുവിന് നല്ല ഫ്ലേവർ ആയിരിക്കും.
ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഈ ഷുഗർ സിറപ്പൊക്കെ ഈ ബൂന്തിയുടെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ആദ്യം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഷുഗർ സിറപ്പ് കൂടുതലുള്ള പോലെ തോന്നും. അത് കുഴപ്പമില്ല, കുറച്ച് സമയം ഇത് വെക്കുമ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ ഈ ബൂന്തി അബ്സോർബ് ചെയ്തോളും. ഇപ്പം എല്ലാതും നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് കാഷ്യൂനട്ടും അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ ചേർക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കാഷ്യൂനട്ടൊക്കെ ഒരുപാട് മൂത്ത് കളറൊന്നും മാറിപ്പോണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പം ഇതാ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ആ മുന്തിരിയൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, അത് മതി. കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ആ നെയ്യോട് കൂടി തന്നെ ഈ ലഡുവിൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോഴാണ് ആ മുകളിൽ കിടക്കണ ബൂന്തിയൊക്കെ അടിയിലേക്കായിട്ട് ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 2-2.5 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ഷുഗർ സിറപ്പൊക്കെ ഈ ബൂന്തി നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കുറച്ചായിട്ട് ഉരുള പിടിക്കാം. ലഡുവിൻ്റെ ആ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണ ഏകദേശം ആ ഒരു വലിപ്പത്തിലൊക്കെ തന്നെയാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്ത് ആ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടൊക്കെ വരുന്ന രീതിയിൽ ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ലഡു കാണാൻ ഒരു ഭംഗിയുണ്ടാവും. ഈ ഒരു വലിപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ട് ഒരു 32 ലഡു ഈ മിക്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 250 മില്ലിയുടെ 2 കപ്പ് കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയധികം ലഡു ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്, ദീപാവലിക്ക് പുറത്തുനിന്നൊന്നും മേടിക്കാണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.